നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന്റെ ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമാകുന്നു. കടുത്ത വേനലിൽ സിന്ധു, ഝലം, ചിനാബ് നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതിനൊപ്പം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ നിന്നുള്ള ജലവും ഇല്ലാതായതോടെ കൃഷി നടത്താനാവാതെ പോലും വലയുകയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ. പാകിസ്ഥാനിൽ വിള വിതയ്ക്കുന്നതിനുള്ള ജലക്ഷാമം ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ത്യ ചെനാബ് നദിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചതിനാൽ പാകിസ്ഥാനിലെ പ്രധാന അണക്കെട്ടുകളിൽ പോലും ജലക്ഷാമം വളരെയധികം രൂക്ഷമാണ്. ഇതിൽ പരിഭ്രാന്തനായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടുത്തിടെ താജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന ഹിമാനികളുടെ സംരക്ഷണ സമ്മേളനത്തിൽ തങ്ങളുടെ ദയനീയ അവസ്ഥ തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ അദ്ദേഹം ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നുള്ള ജലവിതരണം കുറഞ്ഞതിനെ തുടർന്ന് പാകിസ്ഥാനിൽ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യം വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഷഹബാസ് ഷെരീഫും അസീം മുനീറും ഓരോ തുള്ളി വെള്ളത്തിനും വേണ്ടി ലോകത്തിനു മുന്നിൽ തലകുനിക്കേണ്ടി വരുമെന്നാണ്. എന്തായാലും ചെനാബ് നദിയിലെ നീരൊഴുക്ക് ഇന്ത്യ ഗണ്യമായി കുറച്ചതായി പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ചെനാബ് നദിയിലെ നീരൊഴുക്കിൽ ഗണ്യമായ കുറവുണ്ടായതായി പാകിസ്ഥാനിലെ ജലവൈദ്യുതി വികസന അതോറിറ്റി അറിയിച്ചു. അതോറിറ്റിയുടെ ഡേറ്റ പ്രകാരം മെയ് 29-ന് മറാല ഹെഡ്വർക്കിലെ ജലപ്രവാഹം 1,00,000-തോട് അടുപ്പിച്ച ക്യൂസെക്കായി. എന്തായാലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലമന്ത്രാലയം കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് 1960-ൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ രൂപവൽക്കരിച്ച കരാറിൽ നിന്ന് ഏപ്രിൽ 22-നുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പിന്മാറിയത്. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയുമായി തീരുമാനം പാകിസ്ഥാനിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പാക് ജലമന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയത്തിന് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. കരാർ പ്രകാരം സത്ലജ്, ബിയാസ്, രവി എന്നീ കിഴക്കൻ നദികളിലെ ജലം ഇന്ത്യക്കും സിന്ധു, ഝലം, ചിനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം. എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഘട്ടം ഘട്ടമായി പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായും തടയുമെന്നാണ് ജൽശക്തി മന്ത്രി CR പാട്ടീൽ പറഞ്ഞത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും നദീജല കരാറിൽ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ പോലും ജനങ്ങൾ ഇപ്പോൾ തിരിയുന്ന അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഇന്ത്യയുമായുള്ള ഈ പ്രശ്നങ്ങളിലാണ് ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നത്. ജലത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ജനത ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നതും.